അതൊരു മിഥ്യാധാരണയാണ്. ആദ്യമായി ഖുർആൻ പേരെടുത്തു പറഞ്ഞ വസ്തു പേനയല്ല. അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക നബിയേ. ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ വഹദാനിയത്തിന്റെ ഉബൂദിയത്തിന്റെ റുബൂബിയത്തിന്റെ അടയാളമായ അല്ലാഹുവിനെ അബൂ ജഹലിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കണ്ണു തുറന്നിട്ട് മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്തെ പടച്ച റബ്ബെന്നല്ല, ഭൂമിയെ പടച്ച റബ്ബെന്നല്ല, അബൂ ജഹലേ ഈ കാണുന്ന മഹാസമുദ്രത്തെ പടച്ച റബ്ബെന്നല്ല. അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ ആദ്യമായി ഖുർആൻ പറഞ്ഞ വിശേഷണ പദം അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. യഥാർത്ഥത്തിൽ ഖുർആൻ ആദ്യം പേരെടുത്തു പറഞ്ഞ വസ്തു പേനയല്ല. അത് ആളുകൾ വെറുതെ ഇങ്ങനെ സാക്ഷരത സാക്ഷരത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ജാരിയായ സദഖ പോലെ ഒരു ജാരിയായ ഖത്തറാണ്. യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ സാധനം, ഖുർആൻ പേരെടുത്തു പറഞ്ഞ സാധനം അലഖ്. അബൂ ജഹലിനോട് വേണമെങ്കിൽ പറയാം, അബൂ ജഹലേ കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്ന ഈ ആകാശത്തെ സൃഷ്ടിച്ച അല്ലാഹ് എന്ന് പറയാം, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹ് എന്ന് പറയാം, ഈ പർവ്വതനിരകളെ സൃഷ്ടിച്ച അല്ലാഹ് എന്ന് പറയാം. ഇല്ല, ഇന്നേ വരെ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വസ്തുവിനെയാണ് അല്ലാഹു ആദ്യം ഖുർആനിൽ പറഞ്ഞത് അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർമാരോട് പറഞ്ഞാൽ പറയും ദ സംതിങ് വിച്ച് ഈസ് ക്ലിംഗിങ്, കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം. അള്ളാഹുടെ ഖുർആന്റെ മോചിതത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അലഖ് എന്ന് പറഞ്ഞാൽ 120 ദിവസം ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ പ്രായമായ ഒരു ശിശുവിന്റെ അവസ്ഥയ്ക്കാണ് അലഖ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളെ ഞാൻ പടപടപടപടാന്ന് പറഞ്ഞിട്ട് പോകുക, അവസാനം ഇറങ്ങിട്ട് എന്താ കേട്ടോ ഒരു വിഷയം പറയുന്നത് മനസ്സിലാക്കിയിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണോ അതിനാണ് അലഖ് നടക്കുന്നത്. ഉമ്മാടെ ഗർഭാശയ ഭിത്തിയിൽ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം. എന്തിനാണ് അല്ലാഹു ആദ്യം തന്നെ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ നീ കടിച്ചു പിടിച്ചു തൂങ്ങിയാണ് കിടന്നത് എന്ന് ഓർമ്മിപ്പിച്ചത് എന്തിനാണ്? ഇതാണ് എന്റെ വിഷയം, ജീവിതം പൊരുതാനുള്ളത്. ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അല്ലാഹു ആദ്യം തന്നെ പറഞ്ഞത് നീ ഗർഭാശയ ഭിത്തിയിൽ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടന്നവനാ. കാരണം മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ ഏത് സാധനം അകത്തോട്ടിട്ടാലും അത് പെട്ടെന്ന് പുറത്തോട്ട് തള്ളും. ഭക്ഷണം കഴിച്ചാൽ ഒരു സാധനവും അകത്തു കിടക്കാൻ മനുഷ്യന്റെ ശരീരം സമ്മതിക്കില്ല. ഭക്ഷണം കഴിച്ചാൽ കാഷ്ടമായിട്ട് വെളിയിൽ തള്ളും, വെള്ളം കുടിച്ചാൽ മൂത്രമായിട്ട് വെളിയിൽ പോകും. പിതാവിന്റെ മുതുകിൽ നിന്ന് ഒരു ഇന്ദ്രിയ തുള്ളിയായി അവിടെ നിന്ന് ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിക്ക് 140 ഗ്രാം തൂക്കവുമുള്ള ഉമ്മാടെ അണ്ടാശയത്തിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് ഗർഭാശയത്തിൽ വന്ന് നീ ഒരു ഭ്രൂണമായിട്ട് വയറ്റി കിടക്കുമ്പോ ഉമ്മാടെ ശരീരത്തിന്റെ ചിന്ത എന്താണെന്നറിയോ? ഇതിനെ എങ്ങനെയും വെളിയിൽ തള്ളിക്കളയാൻ ഇങ്ങോട്ട് തള്ളൽ വരിക. അതാണ് ശരീരത്തിന്റെ പ്രത്യേകത. ഉമ്മയുടെ ശരീരം പെണ്ണെ നിന്നെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം വന്ന പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ വസ്തുവിനെ കുറിച്ചാണ്. പിന്നെ ഈ ഖുർആൻ ഏത് പെണ്ണിനെ സ്വാതന്ത്ര്യം കൊടുക്കാത്തത്? ആദ്യം പറഞ്ഞ വസ്തു ഗർഭാശയത്തിൽ കിടക്കുന്ന വസ്തുവിനെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, മനുഷ്യന്റെ ഉമ്മാടെ ശരീരത്തിന്റെ പ്രത്യേകത നീ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ കുട്ടിയെ വെളിയിലോട്ട് തള്ളുക എന്നതാണ് ശരീരത്തിന്റെ പകുതി. ആ സമയത്ത് ഉമ്മാടെ ഗർഭാശയത്തിൽ ഇങ്ങനെ ഒരു അലക്കായി കിടക്കുമ്പോ അല്ലാഹു പഠിപ്പിക്കുകയാണ്, മനുഷ്യ നിന്റെ ഉമ്മയുടെ ഗർഭാശയം നിന്നെ തള്ളാൻ വേണ്ടി പുറത്തോട്ട് തള്ളുമ്പോ ആ സമയത്ത് ആ തള്ളലിൽ വെളിയിലേക്ക് പോകാതെ ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് അടിച്ചു പിടിച്ചു തൂങ്ങിക്കിടക്കണേ. ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളുമ്പോ ആ സമയത്ത് പോകാൻ മെനക്കെടാതെ ഗർഭാശയത്തിൽ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം പുരുതാറുള്ളതാണ്. ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചതാണ് ജീവിതം പുരരാനുള്ളതാണ്, തോക്കാനുള്ളതല്ല. ജീവിതം പരാജയപ്പെടാനുള്ളതല്ല, നിരാശ ബാധിക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരു കയറിൽ പോയി അവസാനിക്കാനുള്ള ജീവിതം. പൊന്നുമാരെ, 9 മാസങ്ങളിൽ നീ ദുനിയാവിന്റെ വെളിച്ചത്തിലേക്ക് ഇറങ്ങുമ്പോ ഇതേപോലെ 1000 ആളുകൾ നിന്നെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കുമ്പോ 1000 പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ നിന്റെ ജീവിതം
ജീവിതത്തിലേക്ക് വരുമ്പോ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് നിന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ. ജീവിതം പുരിതാനുള്ളതാണ്. അങ്ങോട്ട് വെള്ളുമ്പോ ഇങ്ങോട്ട് മനസ്സിലാണ് ഗർഭാശയത്തിൽ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടന്നിടുപോലു. ഇനി ജീവിതം തുടങ്ങാൻ പോവുകയാ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വ്യാധികൾ, വ്യാധികൾ, ആകുലതകൾ, വ്യാകുലതകൾ, 1000 പ്രയാസങ്ങളിലേക്ക് ജീവിതം കടന്നു പോകുമ്പോ തളരരുത്, ഭയപ്പെടരുത്, നിരാശയിലോട്ട് കടന്നു പോകരുത്. നിങ്ങൾ ഏത് സമയത്തും പൊരുതി ജീവിക്കേണ്ടവരാ. മരിക്കുന്നവരുടെ ജീവിതം ഒരു പോരാട്ടമാണ്. ജീവിതം തളരാനുള്ളതല്ല. ജീവിതം പോരാട്ടത്തിന്റെ രീതിയാണെന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ പഠിച്ചതാണ്. പിന്നെ എന്റെ സഹോദരങ്ങള്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ തളർന്നു പോവുകയാണ് മനുഷ്യൻ. തളരരുത്, കരയരുത്, പതരരുത്. അവസാനം വരെ നിന്നെ പഠിപ്പിച്ചു വന്ന പാഠം നീ മറക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിന് ശീർഷകത്തിന് പേരിട്ടത് ജീവിതം പുരിതാനുള്ളതാണ്. അലക്കല്ല സാധനത്തിനെ പ്രഥമമായി പ്രതിപാദിച്ചതിലൂടെ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. ഏറ്റവും വലിയ ജീവിതത്തിൽ മറക്കാത്ത പെങ്ങളെ, സഹോദരങ്ങളെ, ഏത് പ്രയാസം വന്നാലും തളരരുത്. കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങിയാലും ആര് നിന്നെ കൈവിട്ടാലും നിനക്കൊരു റബ്ബില്ലയോ. സത്താറോ ഗഫാറോ വഗീഗേ എന്തോ ഏറ്റവും നിന്നോട് സ്നേഹമുള്ള നിന്റെ റബ്ബുണ്ടല്ലോ, ഞാനുണ്ടല്ലോ. ഉമ്മാടെ ഗർഭാശയം നിന്നെ വെളിയിലോട്ട് തള്ളിയപ്പോ ആ സമയത്ത് പുറത്തേക്ക് പോകാതെ 9 മാസവും 10 ദിവസവും നിനക്ക് അവിടെ താമസ സ്ഥലം ഒരുക്കി തന്ന ഞാനല്ലേ കൂടെയുള്ളത്. അതുകൊണ്ട് നീ തളരരുത്. ജീവിതം പുരിതാനുള്ളതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് അബോധം തരട്ടെ. ജീവിതം പുരിതാനുള്ളതാണ്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആമീൻ കൊണ്ടല്ലാതെ വേറൊന്നും മനസ്സിലാവൂല. മോനെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. എന്റെ വിഷയം അതല്ല. ഈ അലക്ക എന്ന് പറഞ്ഞതിൽ തന്നെ 6 ആശയമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒരൊറ്റ വാക്കി അത് പറഞ്ഞാൽ തന്നെ തീരില്ല. ഇതാണ് ഖുർആൻ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കുക. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയാം. ഈ ഖുർആൻ ഒരാശയം പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ 10 ആശയം വേറെ ഉണ്ടാവും. അതാണ് ഖുർആൻ. പോരാടുക. പ്രതിസന്ധികൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, രോഗങ്ങൾക്കെതിരെ, കടങ്ങൾക്കെതിരെ, ബാധ്യതകൾക്കെതിരെ, മക്കൾക്കെതിരെ, ഭർത്താവിനെതിരെ, ഭാര്യക്കെതിരെ, വിരുദ്ധ സ്വഭാവത്തിനെതിരെ തളരാൻ പാടില്ല. പക്ഷെ എന്റെ വിഷയം അവിടെയാണ്. അള്ളാഹു നമുക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി തരട്ടെ. ഇനി ഇവിടെ ഇപ്പൊ ഇത്തിരി കഷ്ടപ്പാടുണ്ടായാലും കുഴപ്പമില്ല എന്നാണ്. ആഖിറത്തിൽ അള്ളാഹു അത് ഇല്ലാതാക്കി തരട്ടെ. ഏറ്റവും വലിയ കഷ്ടപ്പാട് നരകത്തിലാണ്. ഈ ഇവിടത്തെ വീട്ടിലത്തെ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയപ്പോ സഹാബത്ത് ചോദിച്ചു, ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. അപ്പോ ചോദിച്ചു, ഇരിക്കാൻ ഒരു കസേരയെങ്കിലും ഇട്ടുകൂടെ ഈ വീട്ടിൽ? ആരാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു? നമുക്കറിയോ? അറിയില്ല. നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഈ ബ്രോസ്റ്റ് കോഴി ഇങ്ങനെ തിന്നാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ആദ്യം എതിർത്തത് വെള്ളാപ്പള്ളി നടേശൻ. കാരണം ആ മദ്യനിരോധനം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ നഷ്ടം വെള്ളാപ്പള്ളിക്ക് സമുദായത്തിനുമാണ്. അവരുടെ ഒരേ ഒരു വരുമാനം കള്ള് കച്ചവടം. സാമ്പത്തിക നഷ്ടം ഭയന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എതിർത്തത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ 62 അക്ഷരങ്ങൾ മദ്യനിരോധനത്തിന് ആയുത്തിറങ്ങിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പഹല്ലെന്തും മുന്തകൂൻ കള്ളുകൊടി നിർത്താറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ബാരൽ മുഴുവനും മദീനയുടെ അങ്ങാടിയിലൂടെ ഒഴുക്കി വിട്ടിട്ട്, നബി, എന്റെ സാമ്പത്തിക നഷ്ടം എനിക്ക് പ്രശ്നമല്ല, എന്തൊക്കെയായ റസൂലുള്ളാഹി അള്ളാഹ് നിർത്താൻ പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ആളാണ്. നഷ്ടവും ലാഭവും ഇല്ല, അള്ളാഹ് നിർത്താൻ പറഞ്ഞ നിർത്തി നബി എന്ന് പറഞ്ഞ ബാരൽ കണക്കിന് മദ്യം ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഒഴുക്കി വിട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, മക്കയിലെ കോടീശ്വരൻ. ആ കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല.
അപ്പൊ സഹാബത്ത് ചോദിച്ചൊരു കസേര ഇട്ടൂടെ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞത്, ഞാൻ ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും വേറൊരു വീട്ടിലേക്ക് മച്ചിരിക്കുകയാണ്, അങ്ങോട്ട് തൽക്കാലം താമസം മാറുന്ന വീട്ടിലേക്ക് ഞാൻ മച്ചിരിക്കാൻ. സഹാബത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ സഹാബത്ത് ഇത് ശരി തന്നെ, വേറൊരു വീട്ടിന് വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കാം, ഓക്കെ. എന്നാലും വരുന്ന മനുഷ്യന് ഇരിക്കാൻ ഈ വീട്ടിലൊരു കസേര വേണ്ട. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ കസേര വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത്, ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. സഹാബത്ത് ചോദിച്ചു, ആരാ വീട്ടുടമസ്ഥൻ? അങ്ങനെ പറഞ്ഞിട്ട്, അല്ല, ഇവിടെ ഇരിക്കാനൊരു കസേര വാങ്ങിക്കാൻ അങ്ങാടിയിലേക്ക് പോയപ്പോഴാണ് എതിരൊരു മയ്യത്തും വഹിച്ചുകൊണ്ട് ഒരു പോക്ക് പോണത് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി, അടുത്തത് ഞാനാണ്, എന്നെ ഈ വീട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല. കാരണം ഏറ്റവും നല്ല വീട്. അപ്പോ പറഞ്ഞു, ഞാൻ ഈ സാധനമൊക്കെ വേറെ വീട്ടിലേക്ക് മാറ്റിയിരിക്കും. അതായത് വീട് ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, സ്വർഗത്തിലെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കും. ഇവിടെ ഒരു ദുഃഖമുണ്ടായാലും ഏറ്റവും വലിയ ദുഃഖം നരകത്തിനാണ്. ഞാൻ പുറകെ പറയാം, അള്ളാഹു ആ ദുഃഖം മാറ്റി തരട്ടെ. ആമീൻ പറ. മനസ്സിലായി? നമുക്ക് എന്ത് നരകം, നമുക്ക് എന്ത് സ്വർഗം? നമുക്ക് നരകമൊന്നും നമുക്കില്ലല്ലോ. പുതിയാപ്ല കാണാൻ പെണ്ണ് കാണാൻ വന്നു, പുതിയ പെണ്ണിനോട് സംസാരിച്ചു കുറെ നേരം. പുതിയ പെണ്ണ് ഓടിച്ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എന്നെ കെട്ടണ്ടാവും. ഉമ്മ ചോദിച്ച, എന്തേ മോളെ? അവൻ എന്നോട് പറയാ നരകമൊന്നും ഇല്ലാന്ന് ചുമ്മാ. അപ്പൊ ഉമ്മ പറഞ്ഞു, അത്ര മോളെ, എന്നാ നീ ഇവനെ തന്നെ കെട്ടാവും. അതെന്തുമ്മ? അവൻ നരകമില്ലാന്നല്ലേ പറഞ്ഞത്? നിന്നെ കെട്ടി 10 ദിവസം കഴിയുമ്പോൾ ആരെ പറയും നരകമുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ നരകമില്ല, ഉണ്ടോ ഇല്ല, കാര്യത്തിൽ നമ്മുടെ സന്ദേഹവാദികളാ. ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിലില്ല. ജവഹർലാൽ നെഹ്റു അതായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നില്ല, സന്ദേഹവാദിയായിരുന്നു. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പാട് പരലോകത്തെ. അള്ളാഹു പറഞ്ഞു, അല്ല, എല്ലാ കഷ്ടപ്പാടുകൾക്കും തിന്മകളുടെ വിഭാടകരായി നന്മയുടെ വക്താക്കളായി നിങ്ങൾ ഈ ജീവിതത്തിൽ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരാൻ ഞാൻ നീട്ടി പറ്റത്തി പറയുന്നില്ല. ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥ വൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. യഥാർത്ഥത്തിൽ അപ്പൊ നമ്മുടെ ജീവിതം പോരാടാനുള്ളതാണ് ആണല്ലോ. ഖുർആൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു, ആരോടാ പോരാടേണ്ടത്? പോരാട്ടം തീർച്ചയായും ശത്രുവിനോട് ആണല്ലോ. മിത്രത്തിനോട് ആരെങ്കിലും പോരാടുമോ? സ്വാഭാവികമായി ഒരാളുടെ പോരാട്ടവും ഒരാളുടെ സമരവും ആരോടാ? ശത്രുവിനോട്. ആരാ നമ്മുടെ ശത്രു? പറയും, നമ്മുടെ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളെല്ലാവരും കുറെ നാളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന റെഡിമെയ്ഡ് മറുപടിയാണിത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളത് പ്രവർത്തിച്ചിരിക്കുക ഇബ്ലീസിനെ. വ്യഭിചരിച്ച് വന്നവനോട് ചോദിച്ചാൽ എന്നാലും ചെയ്തിട്ട് അതാണ് ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ഇബ്ലീസ് ചതിച്ചതാരാ? കള്ളു കുടിച്ചവനോട് എന്തേ കള്ളു കുടിച്ചത്? ഞാൻ കുടിക്കാൻ പോയതല്ല. പക്ഷേ ആ സമയത്ത് ആ ജ്ഞാനത്താക്കപ്പെട്ടവൻ എന്നെ ചതിച്ചു. ഇവൻ കുടിച്ചതിൽ ഇവന് പങ്കുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രതിഷ്ഠാസ്ഥാനത്ത് വെച്ച ഒരു സ്വാഭാവിക ശത്രുവാണ് ഇബ്ലീസ്. ആന്റി ക്ലോക്ക് വൈസ് ഘടികാരത്തിന്റെ സൂര്യൻ പുറകോട്ട് കറക്കുകയാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇബ്ലീസ് ആണോ? അല്ല. പിന്നെ ആരാ? ആദ്യത്തെ ശത്രു നമ്മളാണ്. ശത്രുവിനെ കാണണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കി. ആദ്യത്തെ ശത്രുവാരാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാണ് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് യുദ്ധങ്ങളിൽ കൈകാലുകൾ മുഴുവനും മുറിവേറ്റ് രക്തം മുഴുവനും കടം തള്ളിയാത്തൊടുകി പച്ചമാംസത്തിൽ മുറിവേറ്റ ശരീരവുമായി സഹാബത്തുകളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. മാസങ്ങളായി പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദിഹാറിന്റെ പടനിലങ്ങളിൽ യുദ്ധം ചെയ്ത് കൈകാലുകളെ വെട്ടിമറിക്കപ്പെട്ട് വേദന സഹിക്കാൻ കഴിയാണ് മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്യവേ നടന്നു പോയ സഹാബത്ത് മുറിവ് കാലത്താൽ ക്ഷീണിച്ചുകൊണ്ട് മരുപ്പറമ്പിൽ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോ ആ സമയത്താണ് ലോകത്തിന്റെ നായകന്റെ മറുപടി വന്നിട്ട് സഹാബ
ഏറ്റവും ചെറിയ യുദ്ധ പോരാട്ടം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ. കൽപുരപ്പെട്ടു പോയി അങ്ങാണ് തിരുവോടര്. ഏറ്റവും ചെറിയ യുദ്ധത്തിന് ശേഷം നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സഹാബ. കൈകാലികൾ വെട്ടിമുറിക്കപ്പെട്ട ഘോര യുദ്ധത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകവേ ഇതേവരെ നടന്ന ധർമ്മസമരം ഏറ്റവും ചെറുതാണെന്ന് തങ്ങളോട് നിസ്സാരപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനോട് യാ റസൂലല്ലാഹ് മൽ ജിഹാദുൽ അക്ബർ യാ റസൂലല്ലാഹ്. ഏറ്റവും വലിയ പോരാട്ടം ഏതാണ് നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞത്, നമ്മളാരും വായ്ത്താരി കൊണ്ട് പ്രതീക്ഷിക്കപ്പെട്ടവർ യഥാർത്ഥ ശത്രുക്കളല്ല. യഥാർത്ഥ ശത്രുവാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പോരാട്ടം നടത്തുക. ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നഫ്സാണ്, 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 നഫ്സാണ്. ലോകത്തിന്റെ മുത്ത് ആദർശത്തിന്റെ സത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്നാമത്തെ ശത്രുവാണെന്നറിയോ സഹോദരങ്ങളെ? ശരീരമാ. ഈ നഫ്സിനോട് ധർമ്മസമരം നടത്താൻ അത്യാഗ്രഹത്തിന്റെ, അശ്ലീലത്തിന്റെ, ആത്മാർത്ഥതയില്ലായ്മയുടെ ആവത്തനയുടെ ആസുരഭാവത്തിലേക്ക് ആത്മാവിന്റെ ആശ്വാസനത്തെ കൊണ്ടുപോകുന്ന ഈ ശരീരത്തോട് പടപൊരുടാൻ സ്വന്തം ശരീരത്തെ ഒന്നാമത്തെ ശത്രുവാ. ഇൻഷാ അല്ലാഹ് ഖുർആൻ 3 ശത്രുവിനെയാണ് നമ്മോട് പറയുക. അതിലാദ്യമായി ഖുർആൻ നിന്റെ ശരീരമാണ്, നിന്റെ ശരീരമാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് നിന്റെ മോഹങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന, പടച്ചറപ്പിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഈ ശരീരത്തെ ഏത് സമയത്ത് നീ പോരാട്ടത്തിലൂടെ കീഴ്പ്പെടുത്തുന്നുവോ അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന വിശുദ്ധമായ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തിറങ്ങിയത് ആരുടെ പേരിലാ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സേവകനുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിശപ്പാണ്. ഭക്ഷണവുമായി വരുന്ന സേവകനെ കാണുന്നില്ല. വല്ലാത്ത വിശപ്പിന്റെ വിളിയിൽ ഇങ്ങനെ ഇരിക്കവേ സേവകൻ വന്ന് 2 കാരക്ക കൊടുത്തു. ഏത് സമയത്ത് കാരക്ക കൊടുത്താറ് ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടി? ആര് തന്നത്? ഹലാലാണോ ഹറാമാണോ? ചോദിക്കാതെ കഴിക്കാറില്ല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് വിശപ്പിന്റെ കാര്യം കൊണ്ട് 2 കാരക്ക കടിച്ചു. സേവകൻ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഏത് സമയത്ത് ഭക്ഷണം നിന്നാലും ഇത് എവിടെ നിന്നാണ്? ഹലാലാണോ ഹറാമാണോ എന്ന് താങ്കൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ മാത്രം ചോദിച്ചില്ലല്ലോ. അവസരത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. അല്ലാഹുവേ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അറിയാതെ തിന്നുപോയതാണ്. സേവകായ ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? സേവകന്റെ മറുപടി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാനൊരു ദീർഘം എന്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഞാൻ പല സ്ഥലത്തോടെയും മലഞ്ഞു നടന്നിട്ടൊരു ദീർഘം കിട്ടാണ്. അവസാനം നിരാശയോടെ തിരിച്ചു വരവേണ്ട മനസ്സിലൊരിക്കൊരു ചിന്തയുണ്ടായി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കഅബാലയത്തിന്റെ പൂജാരിയായിരുന്നു. അന്ന് ആളുകൾ വിഗ്രഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന കാണിക്കയിടുന്ന ദീർഘമകളുണ്ട്. ആ ദീർഘമകളെ പലപ്പോഴും ചില ദീർഘമകൾ എടുത്തിട്ട് മോട്ടിച്ചിട്ട് ഞാൻ എന്റെ സഞ്ചിയിലിടാറുണ്ട്. ആ പണയ സഞ്ചി പോയി ഞാൻ നോക്കിയപ്പോ ആ സഞ്ചിയിൽ എന്റെ ദീർഘം കിടക്കുന്നുണ്ട്. ആ ദീർഘം കൊണ്ടാണ് നിങ്ങൾക്ക് കാരക്ക വാങ്ങിച്ച് തന്നതെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല ചിന്തിച്ചു പോയി. അല്ലാഹുവേ, അല്ലാഹുവേ, ഒന്നാമത്തെ കാര്യം ഇത് ശിർക്കിന്റെ പൈസയാണ്. രണ്ടാമത്തേത് ഈ ചെയ്തതാണെങ്കിലോ ഹറാമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. പടച്ച റബ്ബേ, എന്റെ ആമാശയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഹറാമ കടന്നു എന്നറിഞ്ഞപ്പോ ലോകചരിത്രത്തിന് നിസ്തുലമായ ചരിത്രം പിറന്നത്. ലോകത്തൊരാൾക്കും സാധിക്കാൻ പറ്റാത്ത വിപ്ലവം നടന്നത്. തന്റെ വിരലുകൾ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ആമാശയത്തിന്റെ ഉള്ളിലുള്ളത് മുഴുവനും വെളിയിലോട്ട് തമിച്ചു. അവസാനം ഒന്നും ചന്തിക്കാണില്ലാതെ രക്തം കത്തിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല താഴയിൽ നിന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവേ,
എന്റെ നഫ്സനോട് ആവശ്യപ്പെട്ടപ്പോ വിശപ്പ് കൊണ്ട് 2 കാരക്ക തിന്നുപോയി. അത് നിശ്ചിതമാണെന്നറിഞ്ഞപ്പോ കഴിയുന്നിടത്തോളം അബൂബക്കർ വെളിയിലേക്ക് ഛർദ്ദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ ഞരമ്പിലോ ആമാശയത്തിലോ ഏതെങ്കിലും ഈ ഭക്ഷണത്തിന്റെ ഒരൽപ്പം പറ്റിപ്പിടിച്ചാൽ എനിക്കത് വെളിയിലേക്ക് തരാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ വിശപ്പിന്റെ സമയത്ത് ചോദിച്ചപ്പോൾ 2 കാരക്ക എന്നതിന്റെ പേര് ആ സമയത്ത് മദീനയിൽ നിന്നിട്ട് രക്തം വെളിയിലോട്ട് വരികയാ. പൊട്ടിക്കരയുമ്പോഴാണ് ആ സമയത്താണ് നഫ്സിനെ കുറിച്ചുള്ള ഏറ്റവും ആയത്തിറങ്ങിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രക്തം വെളിയിലോട്ട് വരുമ്പോ സഹാബത്ത് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രക്തം ചതിച്ചു മരിച്ചു പോകുമോ എന്ന് ഞങ്ങള് ഭയപ്പെട്ടു പോയി. ആ സമയത്താണ് 2 കാരക്ക വയറ്റിനുള്ളിൽ പോയതിന്റെ പേര് രക്തം ഛർദ്ദിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴാണ് അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് നബിയേ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹന നഫ്സ അനിൽ ഹവാ فإن الجنة هي المأوى وأما من خاف مقام ربه. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പള്ളക്കുള്ളിലേക്ക് പട്ടച്ചാറായോ കറയെ ചെട്ടിപ്പിടിച്ചതും കയറും, വെള്ളൈസി കയറും, പലിശയും കയറും, ആരെ പട്ടിച്ചടും വെട്ടിച്ചടും കയറും, വസ്തു കച്ചവടം നടത്തിയിട്ട് ഇടയ്ക്ക് നിന്നിട്ട് തോണ്ടിയിട്ട് മേടിച്ച ലാഭവും കയറും. പൊന്നുമോനെ, ഏതും പള്ളക്കുള്ളിൽ പച്ചക്ക് ദഹിച്ചു പോകുന്നവനെ എന്തേ പടച്ചിറപ്പിനെ പേടിയില്ല. ഏകനായ പടച്ചിറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള പേടി വന്നാൽ അതുകൊണ്ടാണല്ലോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമ പൊട്ടിക്കരഞ്ഞിട്ട് ബോധം കെട്ട് താഴെ വീണത്. ഒരേ ഒരായത്തോടിയപ്പോ ഒരു സൂറത്തോടിയില്ല, യാസീനോഹിയില്ല. സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാണ്. ഒരൊറ്റായത്തോടിയപ്പോ ബോധരഹിതനായി പേടിച്ച് വിറച്ച് താഴെ പോയി. 7 ആയത്തെന്നറിയോ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. 2-ാമതൊരായത്തോടിയില്ല, പരലോകം പറഞ്ഞില്ല, ഹിസാബ് പറഞ്ഞില്ല, സലാത്ത് പറഞ്ഞില്ല, നരകം പറഞ്ഞില്ല. പടച്ചറപ്പിന്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് നിൽക്കുന്ന ദിവസം. ബോധം കെട്ട് താഴെ വീണു ഇമാം. ആരാ ഇമാം എന്നറിയോ? ഇമാമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ല, സലാത്തിന് നടക്കണമെന്നുള്ള ബോധമില്ല. 7 മാറി വലിച്ചു തിന്നുമ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെടുകയും സ്വന്തം ശരീരത്തെ അതിന്റെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്താൽ അവനാണ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ബോധം തരട്ടെ. ഇതാണ് ബോധം. ഏത് ബോധം? ഇതാണ് ബോധം. ബോധം എന്ന് പറഞ്ഞാൽ ഏത് ബോധമാ? ഈ സർക്കാരിന് 2 ഭൂരിപക്ഷമേ ഉള്ളൂ. കിട്ടിയ സമയത്ത് പരമാവധി. അതല്ല ബോധം, അത് ബോധമില്ലായ്മയാണ്. ഏറ്റവും വലിയ സുബോധം എന്റെ ഉള്ളിലിത്തിരി പോയി അത് വെളിയിലോട്ട് കളയണമില്ലെങ്കിൽ പടച്ചോനെ ആമാശയത്തിൽ പോയി ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഏതെങ്കിലും ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇന്ന് മനുഷ്യന്മാർ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് തരട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്ന്. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി നമ്മൾ എപ്പോഴും കുറുക്കുവഴിയല്ലേ നോക്കൂ. ഇപ്പൊ ഇവിടുന്ന് കൈതോടുന്ന് നേരെ നമുക്ക് പാരിപ്പള്ളിയിൽ ഇറങ്ങണം. പോണ വഴിക്ക് ഒരാൾ പറഞ്ഞു ഇതിലെ പോയ 2 കിലോമീറ്റർ ലാഭമുണ്ട്, കുറുക്കുവഴി ഉണ്ടെന്ന്. നമ്മൾ ഇതിലേ പോകും. ഇപ്പൊ പോണത് എം എ യൂസുഫിനെ ആണെങ്കിലും 2 കിലോമീറ്റർ കുറുക്ക് വഴി കിട്ടി 2 കിലോമീറ്റർ ലാഭം കിട്ടിയാൽ മിക്കവാറും 5 റുപ്യ ലാഭം കിട്ടും. എന്നാലും അങ്ങനെയല്ലേ പോകും? അല്ലേ ഞാൻ നേരെ വഴി കൂടെ പോകുള്ളൂ. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ ഇപ്പൊ റോട്ടിൽ ഉണ്ടാകുക. അങ്ങനെ ആരും പോകില്ലല്ലോ. ആരാണെങ്കിലും കുറുക്ക് വഴി, സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്ക് വഴി പറഞ്ഞു തരട്ടെ. ഇത് തന്നെ
وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ശരീരത്തെ പിടിച്ചെടുത്ത് ആദ്യത്തെ പോരാട്ടം ശരീരത്തിനോട്. ആദ്യത്തെ പോരാട്ടം അല്ല. ജനുവരി മാസം തണുപ്പ്, എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ സദസ്സിനോട് നീതി പുലർത്തി. വല്ലപ്പോഴും തോന്നിട്ട് നമ്മളോട് എനിക്ക് വയ്യ, ചുമയാ, കഫ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതും മറക്കുകയാണ്. ഒന്നാമത്തെ പോരാട്ടം 3 ശത്രുവിനെയാണ് ഖുർആൻ പറഞ്ഞത്. 3 പറയുമ്പോൾ നമ്മുടെ വിഷയം ഇത് ആര് പറഞ്ഞ ശത്രുവ? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ശത്രു ഒന്നുമല്ല. നമ്മുടെ യഥാർത്ഥ ശത്രു നരേന്ദ്രമോദിയാണ്. എന്താ മനുഷ്യന്മാരങ്ങൾ ചിന്തിക്കണത്? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല. മുടി വരട്ടെ വരാതിരിക്കട്ടെ, നമുക്കെന്താ. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ഫിറഔൻ വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്. ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസയാന്ന് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലുമ്പോ ഫിറഔന്റെ താടി പിടിച്ചിട്ട് വലിക്കുമ്പോ ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഒരിടത്തും വളർന്നിട്ടില്ല. ഫിറഔൻ വന്നാലേ നമ്മൾ ആരാവും? മൂസയാണ്. ഇപ്പൊ കേന്ദ്രമെങ്ങാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈമാൻ ഉണ്ടാവും. എന്ത് പേടിക്കാൻ? പേരില് നമ്മളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും. ഫിറഔൻ വന്നാലേ നമ്മൾ മുസ്ലിം ആവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ തദ്ബീരിന് അവരില്ലാഹി തഖ്ദിർ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി ഇറങ്ങിട്ട് അവര് വന്നു വരാത്തതെന്നല്ല. നമ്മളിപ്പോഴും പിറ കണ്ടാൽ തന്നെ ഒരുത്തം കണ്ടാൽ മറ്റൊരുത്ത അടച്ചു. ഞാൻ കാണൂല, എനിക്കൊന്നും വരുന്നവൾ വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ തോന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ദഹിക്കും. ചിട്ടിപ്പൈസ ആണെങ്കിലും കുഴപ്പമില്ല, LIC ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അള്ളാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗ്ഗത്തിൽ ഒരു ദരജയുണ്ട്. 3 പേർക്കെന്താണ് ആ ദരജ കിട്ടുകയില്ല. പറഞ്ഞു തരട്ടെ ആണുങ്ങളോട്. ഇങ്ങോട്ട് നോക്കും മോനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് 3 ദരജകളുണ്ട് സ്വർഗ്ഗത്തിൽ. ആ ദരജ 3 ആളുകൾക്കല്ലാതെ 4-മതൊരാൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ ആൾ റഹ്മിന് വസൂൽ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ. സഹോദരൻ പിണങ്ങിപ്പോയി, വാപ്പ് പിണങ്ങിപ്പോയി, പെങ്ങൾ പിണങ്ങിപ്പോയി, ആ പിണക്കത്തിന്റെ വാദത്തിൽ നിൽക്കുന്നവരല്ല. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ആങ്ങൾ പെങ്ങന്മാരും വാപ്പയും മക്കളും മിണ്ടാതിരിക്കലല്ല. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവര് അവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജ. മറ്റൊരാൾക്ക് കിട്ടില്ല. അല്ലാഹു ബന്ധങ്ങളെ ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ബന്ധങ്ങളെ ചേർക്കാൻ 1 2 നമുക്ക് ബന്ധം വലുതാണ്. ബന്ധം ചേർക്കാത്തവർ സ്വർഗത്തിലെത്തൂല. തഴമ്പുണ്ടായിട്ട് കാര്യമില്ല. തഴമ്പ് തക്കവയുടെ അടയാളമല്ലല്ലോ. തഴമ്പ് പാർക്കില്ലാത്തത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ ഒരുമാതിരി പാവുണ്ട് വന്ന് പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 27 അവന് പോയ പിറ്റേ ദിവസം തഴമ്പ് ഉറപ്പാ. അത് അതിന്റെ അടയാളമല്ല. ഹൃദയബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക. രണ്ടാമത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, കേൾക്കാനൊക്കെ ഓരോരുത്തരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടി കടയിൽ പോയി പാറക്കോറിൽ പോയിട്ട് കരിങ്കല്ല് ചുമന്നിട്ട് വൈകുന്നേരം ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നവരെ, അങ്ങനെ പനവൂര് പോയിട്ട് ചപ്പാത്തിച്ചാള എടുത്തുകൊണ്ടുവന്ന് തലയിൽ ചുമന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പരലോകത്ത് ചെല്ലുമ്പോ ഒരു പ്രതിഫലം നിനക്കുള്ളത് മറ്റൊരാൾക്ക് കിട്ടില്ല. അതാരെന്നറിയോ? കടബാധ്യത ഏറെയുണ്ട്, കഷ്ടപ്പാട് ഏറെയുണ്ട്, രോഗങ്ങൾ ഏറെയുണ്ട്. ചെയ്യുന്നവര് സ്വന്തം ഭാര്യ മക്കൾക്ക് ഹറാമ് കൊടുക്കാത്ത പ്രിയപ്പെട്ട ഗൃഹനാഥൻ.
അവന് പ്രശ്നങ്ങളേറെയുണ്ട്, കടബാധ്യതയേറെയുണ്ട്. പക്ഷെ ഇന്നേവരെ അധ്വാനിച്ചതല്ലാണ്. അവന്റെ ഭാര്യ മക്കളുടെ വയറ്റിൽ അവൻ ഹറാമിനെ കൊടുത്തിട്ടില്ല. പൊന്നുമോനെ, ലോട്ടറി എടുത്താലും കിട്ടും, അറബിയെ പഠിച്ചാലും കിട്ടും. അത് നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്താൽ കത്തിക്കാളുന്ന നരകത്തെ നീ എന്തുകൊണ്ട് ഭയക്കുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. രണ്ടാമത്തെ ആൾ തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഹറാമും അള്ളാഹു നമ്മളോട് എത്തിക്കട്ടെ. മോനെ, വലിയ ഇബാദത്തൊക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ പിടിച്ചാൽ സ്വർഗത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ പകുതി ഉടനെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞത് അതരട്ടെ. ഈ സാധനത്തെ സൂക്ഷിച്ചാൽ മതി. ഇത് നോക്കുമ്പോണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചാൽ നമ്മുടെ ഉടലിന്റെ പകുതി സ്വർഗത്തിൽ പോകും. ബാക്കി ഉടലിന്റെ പകുതി പിന്നെ നിസ്കാരം നോക്കുമ്പോൾ. ഇനി പകുതി ഉടൽ കയറിയാൽ തന്നെ അതിന് അതോടെ വെളിയിലാക്കുന്നത് ഈ സാധനമാണ്. ഇതിനെ അങ്ങോട്ട് സൂക്ഷിച്ചാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, രണ്ട് കാര്യം എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകും. ഒന്ന് നിങ്ങളുടെ നാക്ക്, മറ്റൊന്ന് നിങ്ങളുടെ ബുദ്ധിസ്ഥാനം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ ഹദീസുകൾ കേട്ടില്ല, രണ്ട് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാൻ പരലോകത്ത്. ഒന്ന് നാക്ക്, രണ്ട് ബുദ്ധിസ്ഥാനം. നാക്കും ബുദ്ധിസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താ? രണ്ടവയവാണല്ലോ ലഭ്യങ്ങൾ. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? മനുഷ്യന്മാരെ ചിന്തിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഈ ഹദീസ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. ഈ ഹദീസ് നമുക്കെന്താ അങ്ങനെ ഹംല ചെയ്തുകൂടാ? ഇതിപ്പോ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഹദീസാണ്. സ്കൂള് വരിക, സംസാരിക്കുക, വരിക. 17 വയസ്സുകാരുണ്ടാവും, 35 വയസ്സായി പോകും. അതാണ് നാക്കും സ്ഥാനവും തമ്മിലുള്ള. അപ്പത്തിൽ അങ്ങനെ ആവാമല്ലോ, പണ്ഡിതന്മാര് ധാരാളം അല്ലേ, അങ്ങനെ ആവാമല്ലോ. യഥാർത്ഥത്തിൽ അതിലൂടെ രണ്ട് കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തി അള്ളാഹു എത്തിച്ചു തരുമാറാകുന്നത്. മൂന്നാമത്തെ ആൾ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, പറയണു. മൂന്നാമത്തെ ആൾ, അവന് നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മൾ അവന്റെ അടുക്കൽ പോയി അവൻ നമ്മളെ ആട്ടി ഓടിച്ചു. പിന്നീട് അവൻ പാപ്പരായി, ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ സഹായിക്കുന്നു. അതെല്ലാവർക്കും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഉണ്ട്, നമ്മൾ പോയപ്പോ നാട്ടി ഒളിച്ചു. ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ അവൻ ഗതികേടിലാണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും. സ്വർഗത്തിന് ഈ ദർജ 3 പേർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ജീവിതത്തിൽ ശരീരത്തിൽ നഫ്സിനെ പിടിച്ചു കെട്ടിയവർക്കാണ്, നഫ്സിനോട് പോരാടിയവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുത്ത്. അള്ളാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ ശത്രുവിൽ നമ്മൾ എത്തിയിട്ടില്ല, സമയം തീരാറ് പോയി. അള്ളാഹു ആ സിഫത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നഫ്സിനെ പിടിച്ചു കിട്ടിയവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സലാസത്തുൽ 3 വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അവർ പടച്ചറപ്പിന് മുമ്പിൽ പോകുമ്പോൾ അല്ലാഹു അവരുടെ മുഖത്തേക്ക് നോക്കുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജബലു ഫീ സുമ്മിൽ ഖിയാം. സൂര്യക്കൊടയിലൂടെ ഒട്ടകം അതിന്റെ മറുകര കടന്നാലും ഇവര് സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. വളരെ ഭയാനകരമായ ഹദീസാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ശരീരത്തിന്റെ ആട്ടത്തോട് വിട പറയുക, ഈ ശരീരത്തിന്റെ മോഹത്തോട് വിട പറയുക. ഏറ്റവും വലിയ ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകല്ല പെങ്ങള്, ഔറത്ത് മറക്കാതെ നടക്കല്ല പെങ്ങള്. പച്ച പരിഷ്കാരിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരല്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, 3 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ചെന്നാൽ പടച്ചറപ്പവന്റെ മുഖത്ത് നോക്കില്ല. സൂര്യക്കൊടയിലൂടെ ഒട്ടകം അപ്പുറത്ത് പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല. ഒന്ന് വൃദ്ധനായ വ്യഭിചാരി, താടി നരച്ചു, തലമുടി നരച്ചു, പക്ഷേ ശരീരത്തിന്റെ ഇതിനോടുള്ള ഒടുക്കത്തെ മോഹം നിന്നിട്ടേയില്ല. മനസ്സിലായോ?
താടി നരച്ചു, തലമുടി നരച്ചു, താടി തലമുടി നരച്ചു. ഇപ്പം മിക്കാലും നരയ്ക്കൂല, അത് ഗോദ്രേജിന്റെ മഹത്വത്തിലാണ്, അല്ലാതെ നരയ്ക്കാനിട്ടല്ല. യഥാർത്ഥത്തിൽ ശരീരത്തിന് ഒരു മോഹമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, തെറ്റുകൾക്ക് പല പ്രതിഫലമാണ്. ഒരാൾ വിവാഹത്തിന് മുമ്പേ തെറ്റ് ചെയ്താലുള്ള ശിക്ഷയല്ല വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ ഇരട്ടിയാണ്. 40 വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ 40 വയസ്സ് വരെ തെറ്റ് ചെയ്താൽ 3 ഇരട്ടി. ഒരാൾ 40 കഴിഞ്ഞിട്ട് തെറ്റ് നിർത്തിയില്ല, 4 ഇരട്ടി ശിക്ഷ. 60 കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവന്റെ കാര്യം പോക്കും. ഓരോ പ്രായത്തിന്റെ ശിക്ഷ ഓരോ ശിക്ഷ. 60 ആകുമ്പോ അവന്റെ ഈ ശരീരത്തിന് മോഹമാണ്. നഫ്സ് എന്താ പറയാ? ഈ മോഹത്തെ അവൻ കടിഞ്ഞാണിട്ടിട്ടില്ല. രണ്ടാമത്തെ പറയട്ടെ മനുഷ്യന്മാരെ, 2, 3. രണ്ടാമത്തേത് പെണ്ണ് കേൾക്കുക, മൂന്നാമത്തേത് ആണ് കേൾക്കുക. ഇത് പറയാതിരിക്കാൻ തരമില്ല. രണ്ടാമത്തേത് മറ്റാരുമല്ല, പുരുഷവേഷം ധരിച്ച പെണ്ണ്. പുരുഷവേഷം ധരിച്ച പെണ്ണ്, പുരുഷവേഷം ധരിച്ച പെണ്ണ് ഇന്ന് നിസ്കാരത്തടമ്പുള്ള ഹാദിയാരുടെയും നാട്ടുപ്രമാണിയുടെയും 17 തികഞ്ഞ പെൺമക്കള് കോളേജിൽ പോകുന്നത് ജീൻസ് ടീഷർട്ടും ഇട്ടിട്ടാ. യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേഷമാ. വാപ്പാക്ക് തഴമ്പിന് കുറവില്ല, വാപ്പാക്ക് ഏറ്റവും വലിയ പ്രതിപത്തിക്ക് കുറവില്ല. അവന്റെ പെൺമക്കള് ഇറച്ചിക്കടയിലെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി ഇറച്ചി കച്ചവടത്തിന് പോകുന്ന പെൺമക്കൾ എന്റെ ഭാഷ കടുത്തു പോയാൽ നിങ്ങൾ പുറമനൊന്നുമാക്കണം. പണ്ടൊക്കെ മലബാറിലൊക്കെ അതേ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരികയാ. ഓരോ കല്യാണത്തിന് ആഡിറ്റോറിയത്തിന് പോകുമ്പോ വിവാഹച്ചന്തയിൽ മത്സ്യന്റെ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന് ആർഭാട കല്യാണത്തിന്റെ നടുവിൽ തീർച്ചയായിട്ടുമിട്ട് ഈ പെൺമക്കൾ മുഴുവനും അടിഞ്ഞാടുമ്പോ പൊന്നുമോളെ, നാളെ പരലോകത്ത് നീ പോയി നോക്കുമ്പോ പടച്ചറപ്പ് നിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. അല്ലാഹു അവരോട് സംസാരിക്കില്ല. പടച്ചറപ്പ് അവരെ മുറന്നു കളയുമെന്ന്. എന്ന് മാത്രമല്ല, നീ സ്വർഗത്തിലേക്ക് കടക്കില്ല. 1, 2 പുരുഷവേഷം ധരിച്ച പെണ്ണ്. അല്ലാഹു ബോധം തരട്ടെ. നോക്ക് മനുഷ്യന്മാരെ, അല്ലാഹു ബോധം തരട്ടെ. ഏതാണ് പുരുഷന്റെ വേഷം? ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു വേഷമുണ്ട്. പറയാതിരിക്കരുത്, വൃത്തിയില്ല. നിങ്ങൾക്ക് എന്നെ തുറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ തുറഞ്ഞു നോക്കണ്ട, എന്നെ പറയാനല്ലോ. ഇപ്പൊ ഒരു സൈസ് വേഷമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക്. അതൊരുമാതിരി ബനിയൻ ടൈപ്പ് വസ്ത്രമാണ്. അത് കാലോട്ട് അങ്ങോട്ട് വെക്കിയിട്ടാ മതി. എന്താ അതിന്റെ പേര്? പേരെന്താ? കഷ്ടം മുത്തക്കിങ്ങൾ അറിഞ്ഞൂടാ, പാവങ്ങൾ. നിങ്ങൾ പിന്നെ വളരെ സ്വർഗത്തിലാ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തിനാ വാദം പറയണത്? നിങ്ങൾ അത്രയും വലിയ മുത്തക്കിങ്ങൾ ആരാ ഉള്ളത്? ഒരു ബനിയന്റെ വസ്ത്രം, ബനിയൻ പാന്റ് അതങ്ങോട്ട് കയറിയിട്ടിട്ടാൽ നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി അവരുടെ തൊടയുടെയും കാലിന്റെയും വടിവതേ പിടിവാണ്. എന്റെ പേരെന്താ? അതിന്റെ പേര് ലെഗിൻസ് അല്ല. ഈ അടുത്ത കാലത്ത് കേരളക്കരയിലേക്ക് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ വേഷത്തിന്റെ ആവാസന, അതിന്റെ പേര് ലെഗിൻസ് അല്ല. പൊന്നുപോലെയാ ലെഗിൻസ് തനി ഹറാമാ. കാരണം ഈ ലെഗിൻസ് ആരുടെ വേഷമെന്ന് നിനക്കറിയോ? വാരി വലിച്ചിട്ടിട്ട് പുരുഷന്റെ മുമ്പിലൂടെ മാംസ കച്ചവടത്തിന് നടന്നത് പോലെ വേഷമാരുടെ വേഷമെന്നറിയോ? യൂറോപ്യൻ നഗരങ്ങളിലെ വേഷപ്പെണ്ണുങ്ങൾ അവര് വേഷങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധരിച്ച വസ്ത്രമാണ് ലെഗിൻസ്. അതെങ്ങനെയാണ് മാപ്പിള പെണ്ണിന്റെ വസ്ത്രമായി മാറിയത്? ഏത് കാലഘട്ടത്തിന്റെ ദുര്യോഗമാണ് തങ്ങളെ? നാളെ പരലോകത്ത് അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല. ആ ലെഗിൻസ് തനി ഹറാമാ. ഇത് തുണിക്കച്ചവടക്കാരൻ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യത്തിൽ ലെഗിൻസ് യൂറോപ്പിലെ വേശ്യയുടെ വേഷമാണ്. അതങ്ങനെ മാപ്പിള പെണ്ണിന് വന്നു. തലകുനിക്കണ്ട. ഇപ്പൊ തലകുനിക്കളയണ്ട. പെണ്ണുങ്ങളൊക്കെ പലരും തലകുനിച്ചങ്ങട്. ഇതിപ്പോ പർദ്ദന്റെ ഉള്ളിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല? ഏതാണ്ട് മിക്ക മുസ്ലിം പെണ്ണുങ്ങളുടെയും അവസ്ഥ ഇന്നിപ്പോ ഇതാണ്.
ജീൻസ് ടീഷർട്ട് ഇടുക. കല്യാണത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കല്യാണം പെണ്ണുമായിട്ട് ഉറപ്പിച്ചതാണ്, മാറ്റി കല്യാണം. എന്റെ കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ജീൻസ് ടീഷർട്ട് ഇടണമെന്ന്. ഞാൻ വേണ്ട അവസ്ഥ. ഇന്ന് ഏറ്റവും എല്ലാരുടെ മക്കളും ഉണ്ട് ഇതിനകത്ത്. ഹറാമാണ് ലെഗിൻസ് ഇടുക, ഒരു ടീഷർട്ട് ഇടുക, എന്നിട്ട് റോഡിൽ ഇങ്ങനെ നടക്കുക. പോണ ഈ പൂളെ പപ്പയും പറിച്ച കോഴി പണമാരി ആ രീതിയിൽ പോകുന്ന ആവാസത്തിന്റെ വസ്ത്രം. നിങ്ങൾ കൂടുതൽ ചിരിക്കേണ്ട മനുഷ്യന്മാരെ. മൂന്നാമത്തെ ആരെന്നറിയോ? അള്ളാഹു നാളെ പരലോകത്ത് നോക്കാത്ത മൂന്നാമത്തെ ആളാണ് പുരുഷന്മാര്. പൊട്ടിച്ചിരിക്കണ്ട. തന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് തന്റെ ഭാര്യയും പെൺമക്കളും നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് നിസ്സാരമായി കാണുന്ന ഭർത്താവ്. മൂന്നാമത്തെ തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും ഇങ്ങനെയാണ് നടക്കുന്നതെന്നറിയാമോ? എന്നിട്ട് കാലം ഇതല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ്. ഈ കോഞ്ഞാങ്കടിയാനോട് പറഞ്ഞു നിന്റെ ഭാര്യ മക്കൾ ഇങ്ങനെ നടക്കണേന്ന്. അവൻ പറഞ്ഞു കാലം ഇതൊക്കെയല്ലേ. ഇതിനെ നിസ്സാരമായി കാണുന്ന ഭർത്താവ് നാളെ പണച്ചറവിന്റെ മുഖത്ത് നോക്കി. അതുകൊണ്ട് ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വിളിച്ചു. ശരീരത്തിന്റെ ഈ മോഹം, ശരീരത്തിന്റെ മോഹം വെളിയിൽ കാണിക്കാനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ട്. ലെഗിൻസ് ഇട്ടുകൊണ്ട് പെണ്ണ് പോകുമ്പോഴേ മനസ്സിലാക്കിക്കോണം ഇത് യൂറോപ്പിലെ വേശ്യയിട്ട വസ്ത്രമാണ്. യൂറോപ്പിലെ വേശ്യയുടെ വസ്ത്രം കേരളത്തിന്റെ ഫാഷനായി മാറി. അങ്ങനെയാണല്ലോ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഒരു വസ്ത്രവിധാനം ഉണ്ടല്ലോ. ഒരു ലോവസ്റ്റ് പാന്റ് താഴേക്കോട് പൂന്ന് കിടക്കും. അതിന്റെ മുകളിൽ ഏതാണ്ട് നമ്മുടെ പാരിപ്പള്ളി നാഷണൽ ഹൈവേയുടെ വീതിക്ക് അവന്റെ അടിവസ്ത്രത്തിന്റെ ഒരു ബാനർ ഉണ്ടാവും. അത് നാണമില്ല കുട്ടികളെ, നാണമില്ല നിങ്ങൾക്ക്. ഏത് കല്യാണത്തിനും പോയി നോക്ക്. ഞാനിവിടെ അടുത്ത കല്യാണത്തിന് നിങ്ങൾ ചിരിച്ച് ഞാൻ ഉത്തരവാദിയല്ല. യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്ത് കല്യാണത്തിൽ നിക്കാഹിന് ഞാൻ സ്വീക പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ആ സമയത്ത് അളിയനെ സ്വീകരിക്കാൻ പെണ്ണിന്റെ ആങ്ങളെ വന്നു. ഞാൻ പേടിച്ചു പോയി. മിക്കവാറും അവൻ അപ്പ് ഊരി പോകുന്നിരിക്കുന്നു. ഇന്ന് കുട്ടികൾ ബൈക്കിന്റെ പുറകിൽ ഈ കുട്ടികളിരുന്ന് പോയാൽ അതിന്റെ പുറകിൽ ഭാര്യാസമേതം കാറിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രം, അവന്റെ അടിവസ്ത്രം മേപ്പോട്ടാവുക, അവന്റെ പാന്റ് താഴെയൊക്കെ ടൈറ്റ് ആയി കിടക്കുന്ന ഒരു പാന്റ് ഇട്ടത് എങ്ങനെ കയറ്റിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പ്ലംബർമാരും അതിൽ PVC പൈപ്പ് ചൂടാക്കിയിട്ട് കയറുമാനില്ല. ആ സാധനം കയറ്റിയിടുക. എന്നിട്ട് ഇത് ആരുണ്ടാക്കിയ വസ്ത്രമാണ്? ചെറുപ്പക്കാരെ കുട്ടികളെ ഞാനിപ്പോ 10 പേരെ ഇതാരുണ്ടാക്കിയ വസ്ത്രമാണ്? ലണ്ടനിലെ ജയിലുകളിൽ സ്വർഗരതിക്കാരായ ചെറുപ്പക്കാർ സ്വർഗരതിക്കാരാണ് എന്ന അടയാളത്തിൽ ധരിച്ച വസ്ത്രമാണ് ഈ വസ്ത്രം. ഈ വേശ്യകളുടെയും സ്വർഗാനുരാഗികളുടെയും വസ്ത്രം നിന്റെ ഫാഷനായി മാറി. ആദ്യമായിട്ട് അടിവസ്ത്രം മേപ്പോട്ടും വസ്ത്രം കീപ്പോട്ടുമാക്കിയത് ലണ്ടനിലെ ജയിലുകളിൽ, പാശ്ചാത്യന്റെ ജയിലിൽ താമസിച്ച അവിടുത്തെ സ്വർഗാനുരാഗികൾ നിങ്ങൾ സ്വർഗരതിയുടെ താല്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞ ആ സിംബോളിക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ. നിങ്ങളുടെ മക്കൾ ഇത് ഇടണോ വേണോ നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പറയാൻ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാൻ, അല്ല കബറും കഫങ്ങനെയും പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമുണ്ട്. അത് കേട്ടിട്ട് കരയാൻ നമ്മുടെ കൽവിന് കഴിയാത്തതാണ് ഇങ്ങനെയായിട്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് പിന്മാറും. ഇതൊക്കെ ശരീരത്തിന്റെ ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിന്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 3 പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റില്ല. വിഷയം തീരില്ല. എത്ര മണിക്കാ മോനെ അവസാനിക്കുക? എത്ര? 1 മണി സുബഹിക്ക്. 10 ആയിക്കോട്ടെ. നല്ല പരിപാടിയാണ്. ഈ ആനയുടെ പിണ്ടം കണ്ടിട്ട് ആന പിണ്ട ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട് ആനയ്ക്കില്ല അറിയൂ. എന്നാലും നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇത് ചന്തും തമ്മിൽ പോണ വസ്തുവാണ്. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വന്നസു തഅജുദുൻ ഇസ്ലാഹി മാ ഫസദാ. ഇമാം ബുസൂരി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അന്നസു കത്തിഫിരീൻ തുമിലഹു സബ്ബാല
ഈ ശരീരത്തെ കടിച്ചായിട്ടുണ്ടെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ സ്വർഗത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി ലാഭ കച്ചവടം നടത്തണം. അറിവല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. സ്വന്തം നാടിനോടും വീടിനോടും വിട പറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകവേ ബഹുമാനപ്പെട്ട സിനാൻ റളിയല്ലാഹു തആല ഹിജ്റ പോവാൻ തയ്യാറെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോയി കഴിഞ്ഞു. മക്കയുടെ ഏറ്റവും വലിയ പരിമളം പോവുകയാണ്. പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം खेती के घर घर आकर हलीमा मेरा दिल में खैरुल वरा आ गया है. ये खेती के घर घर आकर हलीमा मेरा घर में खैरुल वरा आ गया है. മദീനയുടെ മറുഭാഗത്തുള്ള പട്ടിണി വീട്ടിലുണ്ട്. മക്കത്തേക്ക് ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പോയപ്പോ പട്ടിണി പാവമായ ആമിനയുടെ പൊന്നുമോനിനെ മുത്തിനെ മാറിയെടുത്ത് മടിത്തട്ടിലെത്തി മദീനയിലേക്ക് തിരിച്ചു വരവേ സ്വന്തം മടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ മലത്തി കിടത്തി മുലപ്പാല് കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക്. പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനെ മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങളെ, ഹലീമത്ത് സഅദിയാണ് മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മലകുടി പ്രായത്തിൽ പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്നല്ലാതെ പാല് കുടിച്ചിട്ടേയില്ല. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സ്ഥലമെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ചു കൊടുത്താൽ, ആ പഞ്ചപുരക പൂത്തേനിതൾ അതരത്തിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മുലപ്പാല് കുടിച്ചിട്ടില്ല. എന്തെന്നറിയുമോ? ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹു വേറൊരു മോൻ കൂടിയുണ്ട്. രണ്ട് സ്ഥലത്തിൽ നിന്ന് താൻ പാല് കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോട്ടിട്ട് മുലപ്പാല് കുടിക്കുന്ന സമയത്ത് പോലും തന്റെ ശരീരത്തെ തന്നെ നെഫ്സിനെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൊന്നുമോനെ ഫഹ്മീബ വസിനി വാഖിറുദ് ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രവാചക പുങ്കവരുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിയുടെ ആഭരണങ്ങൾ പാടി പ്രകറ്റുന്ന ഒരു റബീന്റെ പൊന്നം പിടിത്തിങ്കൽ കലയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ? സുജായി പറഞ്ഞതുപോലെ മദനമല മുടി അടകും നബിയുടെ മധുമുര ചെയ്തു മുടിയുമോ? മദനമല മുടി അടകും നബിയുടെ മധുമുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാലനത്തെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക? മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാൻ റളിയല്ലാഹു തആല തന്റെ ഒട്ടകപ്പുറത്ത് കടന്നു വന്ന് മുത്തിന്റെ പുറകെ പോകാൻ മക്കാ ഖുറൈശികളെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സിനാനെ ഞാനുണ്ട്. മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക്. ആ സമയത്ത് സിനാനെ പിടിച്ചു നിർത്തിയിട്ട് സിനാൻ, ഈ നിന്റെ സമ്പാദ്യം മുഴുവനും ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ്. അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവനും മക്കയിൽ വേട്ടിച്ചിട്ട് പോയിക്കൊള്ളുക. സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത്. ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ സിനാൻ റളിയല്ലാഹു തആല ചിന്തിച്ചത് എന്തെന്നറിയുമോ? വരിദുവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയല്ലേ സമ്പാദ്യം മുഴുവനും മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒട്ടകപ്പുറത്ത് പോകാൻ ഒരുങ്ങവേ അബൂജഹൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സിനാൻ, ഈ ഒട്ടകവും മക്കയുടെ സമ്പാദ്യമാണ്. മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒട്ടകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ ഒട്ടകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒട്ടകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് സിനാൻ റളിയല്ലാഹു അൻഹു. മരുപ്പറമ്പിന്റെ മുകളിലൂടെ ചുറ്റുപടുത്ത മണലാരണ്യത്തിന്റെ മുകളിലൂടെ തന്റെ ഒട്ടകത്തെയും ഒരു പുരുഷായുസ്
സമ്പത്ത് മേടിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ അല്ലാഹുവിന്റെ തെറ്റിയാണ് വലുത്. നടന്ന് 450 കിലോമീറ്റർ നടന്ന് മരുപ്പറമ്പിലൂടെ കാലിടേന് മദീനയിലെത്തി സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ് നടന്നു വരുന്ന സിനാനിന്, മരുപ്പറമ്പിലൂടെ നടന്നു വരുന്ന സിനാനിന്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കവയത്തടത്തിലൂടെ കണ്ണുനീരെ തടവരനെയാ തുടങ്ങി സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേ ഓടി ചെല്ലുമ്പോൾ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു വാക്ക് ഈ സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തെ പിടിച്ചു നിർത്തണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനേ സിനാനേ, ഒരു പുരുഷായുസിന്റെ സംബന്ധം തന്റെ ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നുമില്ലാതെ വരവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനേ 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 തിജാറതുക യാ സിനാൻ. ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനേ തിജാറതുക യാ സിനാൻ, തിജാറതുക യാ സിനാൻ. സിനാനേ, നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് സിനാൻ. നെട്ടിത്തെറിച്ചു പോയി നബിയെ. ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറും കൈയോടെ വരുമ്പോ എനിക്കിന്ന് നഷ്ടമാണ് നബിയേ, നഷ്ടമാണ് നബിയേ. അഖിലത്തിന്റെ സമസ്താവേ, ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല. പിന്നെങ്ങനെ എന്റെ കച്ചവടം ലാഭമാകും നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സിനാനേ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പടച്ചിറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാനൊരുങ്ങവേ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ വന്നു, സിനാൻ നിന്റെ പേരിലായത്തിറങ്ങി സിനാൻ. വെറും കൈയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായത്തിറങ്ങി സിനാൻ. എന്തേ നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിച്ചത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വമിനന്നാസി, ചില മനുഷ്യരുണ്ട്, അല്ലാഹു നമ്മളെ അതിനെ പിടിച്ചുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട വിരുദ്ധകളുടെ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പവിടാതരങ്ങളിൽ എന്റെ ചുണ്ടു ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുകരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക വറ്റാക്കലല്ല. ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, അവരേത് ചെറുപ്പക്കാരെന്നറിയോ? ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തി കയറ്റുന്ന ക്ഷുഭിത യൗവനമല്ല, പിന്നെയോ പടച്ചറപ്പിന്റെ ചുറ്റക്ക് വേണ്ടി, പടച്ചറപ്പിന്റെ ചുറ്റക്ക് വേണ്ടി ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെ പടച്ചെടുത്ത പടച്ചറപ്പിന്റെ ചുറ്റക്ക് വേണ്ടി പടച്ചറപ്പിന്റെ ചുറ്റക്ക് വേണ്ടി അവര് സ്വന്തം ശരീരത്തെ വിത്തപന നടത്തിയവരാ. അവരാരാ? പടച്ചറപ്പിന്റെ തൊട്ടുക്ക് വേണ്ടി അവരുടെ നഫ്സിനെ, ഏറ്റവും വലിയ ശത്രുവിനെ അവർ വിൽപ്പന നടത്തി. ഇതാണ് ഏറ്റവും വലിയ ലാഭ കച്ചവടം. അല്ലാഹു തരട്ടെ. റബിഹ തിജാറതുക യാ സിനാൻ, സിനാനെ നിന്റെ കച്ചവടം വെട്ടും.